എല്ലാവർക്കും PSC ഹോംവർക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കേരള PSC എക്സാംസിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും സെലക്ട് ചെയ്ത 100 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കുട്ടനാട്. കന്നുകാലികൾക്കായുള്ള ഇൻഡോസിസ് പ്രൊജക്റ്റിൻ്റെ ആസ്ഥാനം മാട്ടുപ്പെട്ടി. കേരള കലാമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെറുതുരുത്തി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. വേദനകൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. മന്ദരോഗം പരത്തുന്ന കൊതുക് ക്യൂലെക്സ്. രോഗത്തെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. ജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. ഹർഷവർദ്ധനൻ്റെ തലസ്ഥാനമായ നഗരം കനൗജ്. ആസിഡ് മഴയിൽ കാണപ്പെടുന്ന പ്രധാന ആസിഡുകൾ ഏതെല്ലാം? നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്ൻ. കൊല്ലവർഷം തുടങ്ങിയതെന്ന്? AD 825. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ചെമ്പ്. ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയ വർഷം 1911. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂർ. ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? RK ലക്ഷ്മൺ. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? V മാധവൻ നായർ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? സ്വാതി തിരുനാൾ. മദർ തെരേസയ്ക്ക് ഏത് മേഖലയിലാണ് നോബൽ സമ്മാനം കിട്ടിയത്? സമാധാനം. ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായ രോഗാണു ബാസിലസ് ഹീമോഫിലസ്. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി ഗോവ. താജ്മഹൽ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? യമുന. കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത കലാകാരൻ റംബ്രാൻഡ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസമേത്? ജൂൺ 21. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഇന്തോനേഷ്യ. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോൻ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കാലവർഷം. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ട യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്ന തുറമുഖം മാസ്കോൺ ഡോക്ക് മുംബൈയിലാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചാണ്? അസ്ഥിമജ്ജ. ഏത് നേത്രവൈകല്യമുള്ളവരാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? വിഷമദൃഷ്ടി. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് ഇന്ത്യൻ പ്രസിഡന്റാണ് അവതരിപ്പിച്ചത്? ഇന്ദിരാഗാന്ധി. കൊച്ചിയുടെ ഏറ്റവും പ്രബലനായ ഭരണാധികാരി ആരായിരുന്നു? ശക്തൻ തമ്പുരാൻ. ഭാരതരത്ന അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ CV രാമൻ. ദേശീയ തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 10. ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന ഉപകരണം എന്തിനുപയോഗിക്കുന്നു? ഹൃദയത്തിൻ്റെ പ്രവർത്തനം പഠിക്കാൻ. ചെന്തരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കൊല്ലം. ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര വിപണന കേന്ദ്രം കിംബർലി.
ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. കർണം മല്ലേശ്വരി. കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. ക്ഷയം. അശോകൻ്റെ കാലത്തെ കലിംഗ ഇന്നത്തെ ഏത് പ്രദേശമാണ്? ഒറീസ. കേരളത്തിലെ ഏറ്റവും ജനകീയമായ ക്ഷേത്രകല? ഓട്ടൻതുള്ളൽ. ദേശീയ ഊർജ സംരക്ഷണ ദിനം? ഡിസംബർ 14. രണ്ടാം ഊഴം എന്ന കൃതിയുടെ കർത്താവ് ആര്? MT വാസുദേവൻ നായർ. കേരളത്തിലെ പ്രസിദ്ധമായ നിത്യഹരിതവനം? സൈലൻറ്റ് വാലി. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി? ഭൂവൽക്കം. പയോറിയ എന്ന രോഗം ബാധിക്കുന്ന അവയവമേത്? മോണ. പാറകളുടെ ഉത്ഭവം, ഘടന എന്നിവയെക്കുറിച്ചുള്ള പഠനം? പെട്രോളജി. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ? ഡോക്ടർ B. രാമകൃഷ്ണ റാവു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി? പാല നാരായണൻ നായർ. സാരേ ജഹാ സേ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. പല്ലനയാറ്റിലുണ്ടായ റെഡിമർ ബോട്ടപകടത്തിൽ മരിച്ച മലയാളത്തിലെ മഹാകവി? കുമാരനാശാൻ. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം? അറക്കൽ. ഇന്ത്യയുടെ ആദ്യത്തെ സയൻസ് സിറ്റി എവിടെയാണ്? കൽക്കട്ട. ഏറ്റവും വലിയ ഉപ്പുജല തടാകം ഏതാണ്? കാസ്പിയൻ. പത്രപ്രസിദ്ധീകരണങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ഭരണഘടനയുടെ എത്രാം വകുപ്പ് പ്രകാരമാണ്? 19. 1A. ഇന്ത്യയിൽ പിൻകോഡ് സിസ്റ്റം ഏർപ്പെടുത്തിയത് എന്ന്? 1972 ഓഗസ്റ്റ് 15. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം? കണ്ടം വെച്ച കോട്ട്. കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായ ആദ്യ മലയാളി? ഡോക്ടർ ജോൺ മത്തായി. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നത്? അക്കാമ ചെറിയാൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത? KC ഏലമ്മ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? റിപ്പൺ പ്രഭു. രാമൻ ഇഫക്റ്റ് എന്ന പ്രതിഭാസം എന്തിനെക്കുറിച്ചുള്ളതാണ്? പ്രകാശം. ഭൂമി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്ന അതേ ദിശയിൽ പ്രദക്ഷിണം ചെയ്യുന്ന ഒരേയൊരു ഗ്രഹം? ശുക്രൻ. ആയുർവേദത്തിൻ്റെ പിതാവ്? ആത്രേയ മഹർഷി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം? മൗസിൻഡ്രം. ലെഡ് പെൻസിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ഗ്രാഫൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ലാസിക്കൽ നൃത്തരൂപം? ഭരതനാട്യം. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? ഇടുക്കിയിലെ മൂലമറ്റം. ഇന്ത്യയിലെ ആദ്യ പൊതുതിരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1952. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന സ്ഥലം? തിരുനെല്ലിയിലെ പാപനാശിനി. രാമനാട്ടം എന്ന പ്രാചീന കഥകളി രൂപത്തിൻ്റെ ഈറ്റില്ലം? കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ്? വരവൂർ. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാർട്ടാറിക് ആസിഡ്. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ലഭിക്കുന്ന ധാതുവിഭവം? ഇൽമനൈറ്റ്. ഇന്ത്യയിൽ സതി നിർത്തലാക്കിയത് ആര്? വില്യം ബെൻഡിക് പ്രഭു. പരംവീർ ചക്ര ലഭിച്ച ഏക മലയാളി? മേജർ
ആർ പരമേശ്വരൻ. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരം. സ്വർണം പൂശാൻ ഉപയോഗിക്കുന്ന ലായനി? പൊട്ടാസ്യം സയനൈഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? കല്ലട. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ആമസോൺ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്? ഈഡിസ് ഈജിപ്തി. ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ ജേതാവ് ആരാണ്? ഭാനു അത്തയ്യ. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു? ബേബി ഹർഷ. ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ? INS വിക്രാന്ത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂതല മിസൈൽ? പൃഥ്വി. വർഷം 1988. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ? INS വിരാട്. അജന്ത, എല്ലോറ എന്നിവിടങ്ങളിലെ ചുവർ ചിത്രങ്ങൾ ആരുടെ ഭരണകാലത്തുള്ളതാണ്? ചാലൂക്യ രാജാക്കന്മാരുടെ. സാഹിത്യത്തിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതി? എഴുത്തച്ഛൻ പുരസ്കാരം. ഇബ്രഹാം ലോധിയെ ബാബർ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിലാണ്? പാനിപ്പട്ട് യുദ്ധം. വർഷം 1526. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത്? സർ ജോൺ മാർഷൽ. ഏറ്റവും ചെറിയ സമുദ്രം? ആർട്ടിക് സമുദ്രം. അവസാനത്തെ ഡൽഹി സുൽത്താൻ? ഇബ്രാഹിം ലോധി. ദേവനാംപ്രിയ എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ ചക്രവർത്തി? അശോകൻ. അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ച വർഷം? BC 326. ചാണക്യൻ്റെ യഥാർത്ഥ പേര്? വിഷ്ണുഗുപ്തൻ. രണ്ടാം അശോകൻ എന്ന് വിശേഷിക്കപ്പെടുന്നത്? കനിഷ്കൻ. കുശാന വംശത്തിലെ ഏറ്റവും പ്രബലനായ രാജാവ്? കനിഷ്കൻ. വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്ന രാസവസ്തു? സോഡിയം സിലിക്കേറ്റ്. നവരത്നങ്ങൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. പാണ്ഡ്യരാജ്യം കീഴടക്കിയ കേരള രാജാവ് ആര്? രവിവർമ്മ കുലശേഖരൻ. കുതബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുതബ്ദീൻ ഐബക്ക് ആണെങ്കിലും അത് പൂർത്തീകരിച്ചത് ആരാണ്? ഇൽത്തുമിഷ്. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെട്ടത് ആര്? അമീർ ഖുസ്രു. ഏറ്റവും പ്രാചീനമായ ദക്ഷിണേന്ത്യൻ രാജവംശം? പാണ്ഡ്യവംശം. 1191 ഒന്നാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയത് ആര്? പൃഥ്വിരാജ് ചൗഹാൻ. കവിരാജൻ എന്ന ബിരുദം സ്വീകരിച്ച ഗുപ്ത രാജാവ് ആര്? സമുദ്രഗുപ്തൻ. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഉറുദു ഭാഷയുടെ പിതാവ്? അമീർ ഖുസ്രു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ദാദാഭായ് നവറോജി. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി? വാർധ പദ്ധതി. ദ പാത്ത് ടു പവർ എന്ന ഗ്രന്ഥം രചിച്ച പ്രധാനമന്ത്രി? മാർഗരറ്റ് താച്ചർ. ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിൻ്റെ സ്ഥാപകൻ? കുതബ്ദീൻ ഐബക്ക്. ജസിയ നികുതി ഏർപ്പെടുത്തിയത് ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക്. മുഗൾ രാജവംശ സ്ഥാപകനായ ബാബറിൻ്റെ ആത്മകഥയുടെ പേര്?
തുസുഖ് ഇ ബാബറി. ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് ആരാണ്? അക്ബർ. വർഷം 1571. രണ്ടാം പാനിപ്പട്ട് യുദ്ധം ഏത് വർഷമാണ് നടന്നത്? 1552. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ആരെ? ഹെമു. ലോകബാങ്കിൻ്റെ ആസ്ഥാനം? വാഷിങ്ടൺ DC. ബുലന്ദ് ദർവാസ നിർമ്മിച്ചതാര്? അക്ബർ. ലോകത്തിൽ ആദ്യമായി വാറ്റ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് നടപ്പിലാക്കിയ രാജ്യം? ഫ്രാൻസ്. ബുലന്ദ് ദർവാസ ഏത് വിജയത്തിൻ്റെ സ്മാരകമായാണ് അക്ബർ പണി കഴിപ്പിച്ചത്? ഗുജറാത്തിന് മേലുള്ള വിജയത്തിൻ്റെ. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടപ്പള്ളി. അക്ബറുടെ സേനാധിപതി ആരായിരുന്നു? മാൻസിംഗ്. അക്ബറുടെ സദസ്സിനെ രസിപ്പിച്ച വിദൂഷകൻ ആരായിരുന്നു? ബീർബൽ. അക്ബർനാമ, ഐനി അക്ബരി എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച അക്ബറിൻ്റെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠൻ ആരായിരുന്നു? അബ്ദുൾ ഫസൽ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത് ഏത് വർഷമാണ്? AD 1600. ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5. ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത് ആര്? അക്ബർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത് ഏത് വർഷം? 1600. അക്ബറുടെ സദസ്സിലെ പ്രധാന വിദൂഷകൻ? ബീർബൽ. അക്ബർനാമ, ഐനി അക്ബരി എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച അക്ബറിൻ്റെ സദസ്സിലെ പ്രധാന പണ്ഡിത ശ്രേഷ്ഠൻ? അബ്ദുൾ ഫസൽ. ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5. ബ്രിട്ടീഷ് സാമ്രാജ്യശക്തി ഇന്ത്യയിൽ ഉറപ്പിച്ച ബക്സർ യുദ്ധം ഏത് വർഷമാണ്? 1764. ഡച്ചുകാർ ഇന്ത്യയുമായി വാണിജ്യബന്ധം ആരംഭിച്ചത് ഏത് വർഷം? 1602. അക്ബറുടെ സേനാധിപതി ആരായിരുന്നു? മാൻസിംഗ്. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടപ്പള്ളി. 1857 ശിപായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ആദ്യമായി വിശേഷിപ്പിച്ച ഭാരതീയനാര്? VD സവർക്കർ. ഇന്ത്യൻ മണ്ണിൽ നിന്ന് അവസാനത്തെ വിദേശ ശക്തികളെ തുടച്ചു നീക്കിയത് ഏത് വർഷമാണ്? 1961. വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസൻ ചർച്ചിൽ. ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾക്കായി ഗാന്ധിജി രൂപീകരിച്ച സംഘടന? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. താങ്ക് യു. ഞാൻ ഡെയിലി ഇതുപോലെ ആവർത്തിച്ച് വരുന്ന 100 ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഓൾ.